Hi dears, welcome to a new video. Cusat CAT-ന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ ബ്രീഫായിട്ടൊരു അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്, മറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. വളരെ ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ എല്ലാ കമൻറ്റിനും എനിക്കറിയാവുന്ന രീതിയിൽ റിപ്ലൈ തരാൻ ശ്രമിക്കാം. സോ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഇങ്ങനെ വേരിയസ് എൻട്രൻസ് എക്സാംസ് അപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ വേരിയസ് അഡ്മിഷന് വേണ്ടി നോക്കുന്നവരൊക്കെ, അപ്പോൾ അവർക്കൊക്കെ ഈ ചാനൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ് ഷെയർ ദ വീഡിയോസ്, ഷെയർ ദ ചാനൽ കണ്ടൻറ്റ് സോ ദാറ്റ് എല്ലാവരുമായിട്ട് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ലഭിക്കട്ടെ. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്യുസാറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കോഴ്സസ് ആണ് കാറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്, അതായത് ഒരുപാട് കോഴ്സസിൻ്റെ അപ്ലിക്കേഷൻസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കാറ്റിൽ വരുന്ന അല്ലെങ്കിൽ കോമൺ അഡ്മിഷൻ ടെസ്റ്റിൽ വരുന്ന കുറേ കോഴ്സസ് ഉണ്ട്, അതല്ലാത്ത കുറേ കോഴ്സസിനും അപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതല്ലാത്തൊരു കോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആൾ ഒരിക്കലും കാറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ കോഴ്സാണ് കാറ്റിൽ വരുന്നത് എന്നുള്ളതും പിന്നെ ജനറലായിട്ട് ഈ ഒരു സൈറ്റിൻ്റെ ഇൻട്രൊഡക്ഷനും വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ഐ ബട്ടണിലിടാം. അപ്പോൾ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. അതേപോലെ കാറ്റ് എക്സാം ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ടേബിളും മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. സോ ഇന്ന് നമുക്ക് അപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ബ്രീഫായിട്ടൊന്ന് കാണാം. അപ്പം ക്യുസാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് admissions.cusat.ac.in എന്നതാണ്. അപ്പോൾ ക്യുസാറ്റിന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്കല്ല നിങ്ങൾ പോവുക, ക്യുസാറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ്. സോ അഡ്മിഷന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റാണ് admissions.cusat.ac.in. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് നമുക്കൊന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 10 തുടങ്ങിയിട്ടുള്ളത്. മാർച്ച് 31 വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വിത്ത് ഫൈൻ യു ക്യാൻ അപ്ലൈ ടിൽ April 7. അപ്പോൾ ഇത്രയാണ് മെയിൻ ഡേറ്റ് ഡീറ്റെയിൽസ്. മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ മുന്നേ കണ്ടതാണ്. എക്സാംസ് വരുന്നത് 12th, 13th and 14th ജൂണിനാണ്, അതും ആദ്യമേ പറഞ്ഞതാണ്. ഇനി നമുക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒന്ന് ഷോർട്ടായിട്ട് കാണാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓൺലൈനായിട്ട് കാറ്റ് രജിസ്റ്റർ ചെയ്യുമ്പം അതിൽ ഇൻക്ലൂഡ് ആവാത്ത കോഴ്സുകൾ PhD, PDF, ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് കാറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളല്ല. അപ്പോൾ അത് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൽ ആയിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ കോഴ്സസ് ആപ്ലിക്കേഷൻ ഫോംസും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല PhD, PDF, ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് നമ്മൾ അപ്ലിക്കേഷൻ പ്രൊസീജിയർ പറയുന്നത് ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷനാണ് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യുസാറ്റിൻ്റെ തന്നെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ കാണാം. ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഈ ഒരു ക്യാപ്ചയും കൂടി കൊടുത്തിട്ട് ലോഗിൻ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ക്ലിക്ക് ഓൺ ടു ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ ഉടനെ നമുക്ക് പുതിയൊരു വിൻഡോ വരും. അവിടെ നിങ്ങളുടെ നെയിം, മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡിയാണ് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ പേരടിക്കുക, ഒന്നും കൂടി റീടൈപ്പ് ചെയ്യുക, മൊബൈൽ നമ്പർ അടിക്കുക, റീടൈപ്പ് ചെയ്യുക, ഇമെയിൽ ഐ ഡി ഓൾസോ 2 പ്രാവശ്യമായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാ കമ്മ്യൂണിക്കേഷൻസും ഈ ഒരു ഫോൺ നമ്പറിലും മെയിൽ ഐ ഡിയിലേക്കും ആയിരിക്കും വരിക, മെയിലായിട്ടും ആയിരിക്കും വരിക. സോ അതേപോലെ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മെയിലിലേക്കാണ് ലിങ്ക് വരിക, അത് ശ്രദ്ധിക്കുക. അപ്പോൾ മെയിൽ ഐ ഡി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട്. പാസ്വേഡിന് കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. 8 ക്യാരക്ടേഴ്സ് വേണം. അതിലൊരു ക്യാപിറ്റൽ ലെറ്റർ, നമ്പർ ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടർ വരുന്ന രീതിയിലായിരിക്കണം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ പിന്നീട് ലോഗിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഡീറ്റെയിൽസാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ എൻ്റർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് ഈ ഒരു പേജ് എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എൻ്റർ ചെയ്യാനായിട്ട് വരുന്നത്.
പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും, ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആവും, നിങ്ങളുടെ അക്കൗണ്ട് വിൽ ബി ആക്ടിവേറ്റഡ്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ മെയിൽ ഐ ഡി യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ആ മെയിൽ ഐ ഡിയും നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും ഈ ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വരുന്നത്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് മെയിൽ വന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തതിന് ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ ഏതാണ് റിസർവേഷൻ കാറ്റഗറി, കാസ്റ്റ് ആൻഡ് ഡീറ്റെയിൽസും ഒക്കെ അവിടെ എൻ്റർ ചെയ്യാനായിട്ട് വരും. പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ഫോട്ടോയും സിഗ്നേച്ചറും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. 150x180 പിക്സലും, പിന്നെ സൈസ് വരുന്നത് 500 KB, ബിലോ 500 KB ആയിരിക്കണം. സിഗ്നേച്ചറിൻ്റെ സ്പെസിഫിക്കേഷൻ 130x57 പിക്സലും 100 KB സൈസുമാണ്. ഈ ഇമേജസ് JPG അല്ലെങ്കിൽ PNG ഓർ JPEG ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് കോഴ്സ് സെലക്ഷൻ. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത് ആ കോഴ്സ് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാനേ ഉള്ളൂ, നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കൊന്നും വേണ്ട. ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഒന്ന് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള കോഴ്സ് തന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. ഇനി MTech കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ദേ വിൽ ഹാവ് മോർ പ്രിഫറൻസ് ഫോർ ദാറ്റ്. അപ്പോൾ വാലിഡ് ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് കൂടുതൽ ചാൻസ് ആണ്. ഓക്കെ, ദെൻ ഷോർട്ട് റിവ്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ ആണ് വരുന്നത്. സോ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ദ പേയ്മെൻറ്റ് സ്റ്റെപ്പ്. ഈ പ്രിവ്യൂ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സബ്മിറ്റ് ബട്ടൺ വരുന്നതായിരിക്കും അവിടെ. അപ്പോൾ പ്രിവ്യൂവിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ തന്നെ കറക്റ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്ത് പോവുക. പിന്നീട് എഡിറ്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് തരികയായിരിക്കും ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് തരിക. അപ്പോൾ മിക്കവാറും ആ ഡേറ്റ് ഒന്നും ആരും അറിയാതെ പോകാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ചെക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി പേയ്മെൻറ്റ് സ്റ്റെപ്പാണ് വരുന്നത്. പേയ്മെൻറ്റിന് എല്ലാ പാത്വേസും ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് എന്നീ പാത്വേസ് ഉണ്ട്. അതുമാത്രമല്ല പേയ്മെൻറ്റ് ഫീ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫീ ഡീറ്റെയിൽസ് ജനറൽ കാറ്റഗറിക്ക് 1100 രൂപയാണ്, 1100 റുപ്പീസ്. SC/ST കാൻഡിഡേറ്റ്സിന് 500 റുപ്പീസ്. ഇനി ഡിഫറെൻറ്റ് കാറ്റഗറി, ഇത് കേരള അല്ലെങ്കിൽ ഇന്ത്യൻ പീപ്പിളിന് നാഷണൽസിനുള്ള ഫീ ആണ്. ഔട്ട്സൈഡ് ഓർ ഗൾഫ് നാഷണൽസിന് NRI ഒക്കെ ഡിഫറെൻറ്റ് ഫീ ആണ്. ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി സെൻറ്റർ സെലക്ഷൻ ആണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റർ സെലക്ട് ചെയ്യാം, എക്സാം എഴുതേണ്ട സെൻറ്റർ. പിന്നെ MBA MTechന് സെപ്പറേറ്റ് കാറ്റ് എക്സാംസ് നടക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സെൻറ്ററും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള അല്ലെങ്കിൽ കൺഫർമേഷൻ പേജാണ് വരുന്നത്. അപ്പോൾ കൺഫർമേഷൻ കഴിഞ്ഞാൽ ആ ഒരു പേജ് നിങ്ങൾ കോപ്പി എടുത്ത് വെക്കുക, പ്രിൻ്റ് എടുത്ത് വെക്കുക. പ്രിൻ്റ് എടുത്തിട്ടില്ലെങ്കിലും അതൊരു PDF രൂപത്തിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരും. നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്ത് അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റ് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഈ കുസാറ്റ് ആയാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ മറ്റൊരു ഡോക്യുമെൻറ്റ്സും യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റിയിലേക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും അയക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ഇൻ ബ്രീഫ്. ജസ്റ്റ് ഒരു വളരെ മിനിമം ടൈമിൽ ജസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. അപ്പം ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ ദാറ്റ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു.